ആ വൃത്തികെട്ട കാതറും കൂട്ടരും അപമാനിക്കാൻ ശ്രമിച്ചപ്പോ ജഗൻ എന്നെ രക്ഷിച്ചില്ലേ? അതിന് നന്ദി പറയാനാ ഞാൻ വിളിപ്പിച്ചത്. നന്ദി പറയാനോ? അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ ദിവസമായല്ലോ. അതിന് നന്ദി പറഞ്ഞതുമാണല്ലോ. പിന്നെന്താ വീണ്ടും ഒരു നന്ദി പറഞ്ഞത്? അതിന് നന്ദി പറഞ്ഞോ പറഞ്ഞില്ലയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ടാ ഞാൻ വീണ്ടും വിളിച്ചത്. ജഗൻ അമ്പലത്തിൽ പോയില്ലേ? ഇല്ല. ദാ പ്രസാദം. രക്ഷിച്ചതിന്റെ നന്ദി സൂചകമായിട്ട് വന്ദന തന്നെ തൊട്ടു തന്ന നല്ല കാര്യം. എന്നാ ഞാൻ പോട്ടെ. എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദിയുണ്ട്. വന്ദനെ, വന്ദനയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത്? അത് ഞാൻ പറഞ്ഞല്ലോ. ഇല്ല, വന്ദനയ്ക്ക് പറയാനുള്ള കാര്യം ഇപ്പോഴും കിടന്ന് വീർപ്പുമുട്ടുക. അതിന്റെ അസ്വസ്ഥത വന്ദനയുടെ മുഖത്തും കാണാം. നോക്ക് വന്ദനെ, വന്ദനയെ പല വിഷമഘട്ടങ്ങളിലും ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടിട്ടുമുണ്ട്. അങ്ങനെയുള്ള എന്നോട് വന്ദനയ്ക്ക് എന്താ ഒളിക്കാനുള്ളത്? കാര്യം തുറന്നു പറഞ്ഞ് മനസ്സിന്റെ ഭാരം ഒന്ന് ഇറക്കി വെച്ചൂടെ? എന്റെ ഭാരം എന്റെ കഴുത്തിലെ താലയാണ്. അതിന് പരിഹാരം തേടി ഞാൻ ജഗനെ വിളിപ്പിച്ചത്. പക്ഷെ അത് പറയാൻ എന്റെ നാവ് ചലിക്കുന്നില്ല. എനിക്കതിന് കഴിയില്ല. അല്ല വന്ദനെ, ജഗന്റെ സ്വാധീനത്തിനും കഴിവിനും ഒന്നും ഇപ്പൊ എന്റെ സങ്കടം മാറ്റാൻ കഴിയില്ല. അത് പരിഹരിക്കാൻ സാക്ഷാൽ ദേവിക്ക് മാത്രമേ കഴിയൂ.